ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഒരുങ്ങി റെഡിയായി. മക്കൾ ട്യൂഷന് പോയിരിക്കുകയാണ് കേട്ടോ. അവരവിടെ നിന്ന് പിക്ക് ചെയ്യണം. നമുക്ക് വഴിയോര കടയിൽ പോയി ഫുഡ് അടിക്കണം ഗൈസ്. അപ്പം നമ്മുടെ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് വീട്ടിൽ വന്ന് ഫ്രഷായി നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമാണ്. ഞങ്ങളുടെ വീട്ടിൻ്റെയൊക്കെ അടുത്തുനിന്ന് ഒരു 2-3 കിലോമീറ്ററേ ഉള്ളൂ ഗൈസ് വഴിയോര കട. മെയിൻ വഴിയോര കടയാണ് കേട്ടോ ഇത്. അവിടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. ഇപ്പം കുറച്ച് നാളായി പോയിട്ട്. അങ്ങനെ ഇതാ നമ്മൾ അവിടെ എത്തി. അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ ഫുഡ്, നല്ല സെറ്റാണ്. ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ വരുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അവിടേക്ക് പോവുകയാണ്. നമ്മളവിടെ ചെന്നു. അപ്പോൾ ഇതാ ഇലയുടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 6-6:30 ആയി കാണും നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും. അങ്ങനെ ഇതാ മക്കളെയും ട്യൂഷന് വിളിച്ച് അവരുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വണ്ടിയിലെടുത്ത് വെച്ചു ഗൈസ്. അങ്ങനെ എല്ലാവർക്കും സെറ്റാക്കി. ഇലയിലാണ് കേട്ടോ അവർ തരുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നാടൻ വിഭവങ്ങളാണ് കേട്ടോ ഗൈസ്. നമുക്ക് ഇവിടെ കൊണ്ടുതരുന്ന ഐറ്റംസ് എല്ലാം വിറകിൽ വെച്ച് വേവിച്ചതാണ്, വിറകടുപ്പിൽ വെച്ച് വേവിച്ചതാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും താറാവ് കറിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അതുപോലെ തന്നെ ചെറിയ നാടൻ കോഴിയുടെ ഫ്രൈ ഉണ്ട് കേട്ടോ. അപ്പോൾ താറാവ് കറിയും ഈ നാടൻ കോഴി ഫ്രൈയും നമ്മൾ എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ സന്ധ്യ സമയമായ കൊണ്ടിട്ട് നമ്മളെന്തോ ബെറോട്ടയും ഇടിയപ്പം ഉരട്ടിയൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗ്രേവിയും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ നല്ല ഐറ്റംസ് എല്ലാം എന്താ നമ്മുടെ ടേബിളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. അപ്പം ഈ താറാവ് കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഗൈസ്. അടിപൊളി ടേസ്റ്റാണ്. ഈ കാണുന്നതിനേയും കാട്ടി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ചെറിയ നാടൻ കോഴി ഫ്രൈയും ഉണ്ട്. ഇതൊക്കെയാണ്. ഇപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ മോൻ്റെ വയറ്റോടെ ഏറ്റവും കൂടുതൽ ഇവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും അടിപൊളിയാണെന്ന് പറയാം ഗൈസ്. അങ്ങനെ ഇതാ ബെറോട്ടയും അതുപോലെ തന്നെ താറാവിറച്ചി കറിയും അതിൻ്റെ കൂടെ നമുക്കൊരു ഗ്രേവിയും പിന്നെ കുഞ്ഞും കോഴിയുടെ ഫ്രൈയും ഉണ്ട് കേട്ടോ. നമുക്ക് സവാള സാലഡ് പോലെയും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്താ താറാവിറച്ചി കറിയും അതുപോലെ തന്നെ സാലഡും ആ ഗ്രേവിയും എല്ലാം കൂടി എടുത്ത് കഴിക്കുകയാണ് ഗൈസ്. അടിപൊളിയാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ദാ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു സംഭവം കിട്ടും കേട്ടോ, ഫ്രൈ ചെയ്ത് തരുന്നതാണ്. ഇവർ മുളകും എല്ലാം കൂടി ചേർത്ത് ഒരു ഫ്രൈ ഉണ്ട്. അതും ലൈമും കൂടി കുടിച്ചു. ലൈം നല്ല എന്തോ മിൻ ലൈമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും എന്താണ്ട് ഈ ഒരു പ്രായത്തിലും ഈ ഒരു ചേട്ടൻ ഇങ്ങനെ വന്ന് ജോലി ചെയ്യണമെങ്കിൽ എത്രയേറെ ബുദ്ധിമുട്ടുണ്ടായിട്ടായിരിക്കുമല്ലോ. അങ്ങനെ ആ ചേട്ടന് ടിപ്പൊക്കെ കൊടുത്തു ഗൈസ്. അങ്ങനെ ഇതാ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. പിന്നെ നമ്മൾ നാടൻ പച്ചക്കറിയൊക്കെ മേടിക്കുന്ന ഒരു കടയുണ്ട്. അങ്ങനെ അവിടെ പോയി അവിടെ കോവയ്ക്ക അതുപോലെ തന്നെ കുമ്പളങ്ങ എല്ലാം ഉണ്ടായിരുന്നു. വഴുതനങ്ങയൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോയി ഗൈസ്. ഇത്രയേ ഉള്ളൂ. ടാറ്റാ.